640ഓളം ചെറുതും വലുതുമായ ക്രൈമുകളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ദിനംപ്രതി നടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിൽ പകുതിയോളം വരുന്ന ക്രൈമുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാറോ കംപ്ലൈന്റ് ചെയ്യപ്പെടാറോ ഇല്ല. അതിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇതിൽ ഇരകളാകുന്ന മിക്കുള്ളവർക്കും ഇത് എവിടെ കംപ്ലൈന്റ് കൊടുക്കണം, എങ്ങനെ കംപ്ലൈന്റ് കൊടുക്കണം, ഒരു പരാതി എങ്ങനെ എഴുതണം എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. എന്നാൽ നിലവിൽ നമ്മുടെ കേരളത്തിൽ വെള്ള പേപ്പറിലെ ആ പഴയ പരാതി എഴുത്ത് ആവശ്യമില്ല. ഓൺലൈനായി തന്നെ നമ്മുടെ പരാതി നമുക്ക് പോലീസ് സ്റ്റേഷനുകളിൽ സമർപ്പിക്കാവുന്നതാണ്. അത് എവിടെ നിന്ന് വേണം, ഒരു വിരൽത്തുമ്പിൽ തന്നെ പോലീസിന്റെ സർവീസുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതിന് ഏത് വെബ്സൈറ്റ് സന്ദർശിക്കണം, അതിൽ എവിടെയാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ വേണം, വിശദമായി നോക്കാം ലോ പോയിന്റിലൂടെ. ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ സട്ടത്തുമല്ല. ഈ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പോലീസിന്റെ തുണ എന്ന് പറയുന്ന വെബ്സൈറ്റാണ് കംപ്ലൈന്റ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഇപ്പോൾ സഹായിക്കുന്നത്. ഇതിന്റെ തന്നെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള പോൾ ആപ്പും ആൻഡ്രോയിഡിലും അതുപോലെ ആപ്പിളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. തുണ എന്ന് പറയുന്ന വെബ്സൈറ്റിന് വേണ്ടി ഗൂഗിളിൽ ജസ്റ്റ് തുണ എന്ന് തന്നെ സെർച്ച് ചെയ്ത് കൊടുത്താൽ ആദ്യം തന്നെ കാണിക്കും. അതിൽ കയറി നമുക്കൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ കാണിക്കുന്നത് പോലെ തുണ വെബ്സൈറ്റിൽ കയറി ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ഫുൾ നെയിം, നമ്മുടെ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ അതും കൊടുത്ത് ക്യാപ്ചയും അടിക്കുമ്പോൾ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് നമുക്ക് കിട്ടുന്ന ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് തൊട്ടടുത്ത് തന്നെയുള്ള ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഈ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്യുക. ഇങ്ങനെ ഈ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പോൾ ആപ്പിലോ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് ഫ്രണ്ടിലത്തെ പേജിൽ തന്നെ എന്തൊക്കെ സർവീസാണ് ഈ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കിട്ടുന്നതെന്ന് കാണിച്ചിരിക്കും. അതിൽ ആദ്യം കംപ്ലൈന്റ്, പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഇൻവോൾവ്മെന്റ് ഒഫൻസുകൾ, മൈക്ക് റിക്വസ്റ്റ്, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് കാണും. ഇതിൽ ആദ്യത്തേതാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ കംപ്ലൈന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത പേജിൽ സേവ്ഡ് റിക്വസ്റ്റുകൾ അതുപോലെ ന്യൂ കംപ്ലൈന്റ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് കാണാം. ഇതിൽ ന്യൂ കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെറും സിമ്പിൾ ആയിട്ടുള്ള 4 സ്റ്റെപ്പുകൾ കൂടെ ഈ കംപ്ലൈന്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അകത്ത് കൊടുത്തിരിക്കും. അതിൽ ആദ്യത്തേത് ആപ്ലിക്കന്റ് ഡീറ്റെയിൽ ആണ്. അതായത് ആരാണ് കംപ്ലൈനന്റ്. ഇപ്പൊ നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ നമ്മളായിരിക്കും അതിന്റെ കംപ്ലൈനന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പേര്, നമ്മുടെ അച്ഛന്റെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ പെർമനന്റ് അഡ്രസ്സ്, നമ്മുടെ ID, അതായത് ഏത് ID ആണോ അതിനകത്ത് കൊടുക്കുന്ന, ആധാറെങ്കിൽ ആധാർ, അതിന്റെ നമ്പർ സഹിതം കൊടുത്ത് സേവ് കൊടുക്കുക. ഇതിൽ ഈ കംപ്ലൈന്റ് കൊടുക്കുന്ന ആൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഏത് ജില്ലയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതും ആ ജില്ലയിലെ ഏത് പോലീസ് സ്റ്റേഷൻ ജൂറിസ്ഡിക്ഷനിലാണ് ജീവിക്കുന്നുള്ളതെന്ന് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരം റൂറൽ ആയിട്ടും സിറ്റി ആയിട്ടും തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ കിളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണെങ്കിൽ തിരുവനന്തപുരം റൂറലാണ് വരുന്നത്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ കിളിമാനൂർ എന്നും സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേജിലേക്ക് നമ്മൾ പോകും. കംപ്ലൈന്റ് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ പരാതി എന്താണ്, എങ്ങനെയാണ്, ഏത് ദിവസമാണ് നടന്നതെന്ന ഡീറ്റെയിൽസ് ആണ്. അതിൽ ആദ്യം നാച്ചർ ഓഫ് കംപ്ലൈന്റ്, അതായത് നമ്മൾ ഒരു വ്യക്തിക്കെതിരെയാണ്, ഒരു ഓർഗനൈസേഷനെതിരെയാണ്, ഇതൊരു സൈബർ ക്രൈം ആണ് എന്നുള്ള കുറെ ഓപ്ഷൻസ് കാണും. അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പ്ലേസ് ഓഫ് ഇൻസിഡന്റ്, അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് വെച്ചാണ് നടക്കുന്നതെങ്കിൽ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലം അവിടെ കൊടുക്കണം. അത് കഴിഞ്ഞ് പോലീസ് ഡിസ്ട്രിക്ട് അതുപോലെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ സെലക്ട് ഓഫീസ് ഓഫ് ദി കംപ്ലൈന്റ്, നമ്മൾ ഏത് ഓഫീസിലാണ് കംപ്ലൈന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെഞ്ഞാറമൂട് വെച്ചാണ് ഈ ഇൻസിഡന്റ് നടന്നെങ്കിൽ നമ്മൾ വെഞ്ഞാറമൂടത്തെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇത് കൊടുക്കണം. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. തൊട്ടിപ്പുറത്തെ ഓപ്ഷനിൽ യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരു ബട്ടൺ ആണ് കാണുന്നത്. അതായത് ഈ ഇൻസിഡന്റ് നടന്ന ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ യെസ് കൊടുക്കണം, ഓർമ്മയില്ലെങ്കിൽ നോയും കൊടുക്കുക. തൊട്ട് താഴെ നമ്മുടെ ഈ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് സപ്പോർട്ടിംഗ് ആയിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റൽ എവിഡൻസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതും കഴിഞ്ഞ് തൊട്ട് താഴത്തെ ആ ഒരു കോളത്തിൽ നമ്മുടെ കംപ്ലൈന്റ് വിശദമായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടൈപ്പ് ചെയ്ത് സേവ് കൊടുക്കുക. ഇങ്ങനെ കംപ്ലൈന്റ് ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ ഓപ്ഷനിലേക്ക് പോകും. റെസ്പോണ്ടന്റ് ഡീറ്റെയിൽസ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് എതിർകക്ഷിയായി കരുതപ്പെടുന്ന ആളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത്. അവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നോൺ ഓർ അൺനോൺ. അതായത് ചില ക്രൈമുകളിൽ
നമുക്ക് നേരിട്ട് അറിയാത്ത ആൾക്കാരായിരിക്കും പ്രതികളായി വരിക. അങ്ങനെയാണെങ്കിൽ അൺനോൺ കൊടുക്കുക. അൺനോൺ കൊടുക്കുമ്പോൾ തൊട്ട് താഴെയായി ഇയാൾ ജുവനൈലാണോ, ജുവനൈൽ എന്ന് പറയുമ്പോൾ 18 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ എസ് കൊടുത്തുകൊണ്ട് താഴെ നമുക്ക് ഇവരെ കുറിച്ച് അറിയാവുന്ന ഇപ്പോൾ ഹൈറ്റ് ഏകദേശം ഏതൊക്കെ സെന്റിമീറ്ററിനകത്ത് വരും, അതുപോലെ മറ്റെന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുണ്ടെങ്കിൽ അതും അവിടെ കൊടുക്കാം. ഇനി അതല്ല നമുക്ക് അറിയാവുന്ന ഒരാളാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളതെങ്കിൽ നോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും അയാളുടെ പേര്, അയാളുടെ ജെൻഡർ എന്താണ്, അയാളുടെ ഒക്കുപ്പേഷൻ എന്താണ് തുടങ്ങി നമുക്ക് ഇയാളെ കുറിച്ച് അറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഇങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ്, കംപ്ലൈന്റ് ഡീറ്റെയിൽസ്, റെസ്പോണ്ട് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് ഏറ്റവും അവസാനം സബ്മിറ്റ് കംപ്ലൈന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആകും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട റെസിപ്റ്റിന്റെ PDF കൂടെ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അത് സേവ് ചെയ്ത് വെക്കുക. കേസിന്റെ മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾക്ക് അത് വളരെ അത്യാവശ്യമാണ്. ഇത് കഴിഞ്ഞ് കൺസേൺ ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇതിന്റെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഒരു കോൾ വരും. ആ കോൾ എടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം എന്ന് പറയുകയാണെങ്കിൽ ചെന്ന് മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കംപ്ലൈന്റിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നതായിരിക്കും. ഓരോ വ്യക്തികൾക്കും നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് വളരെ വലിയ ഇമ്പാക്റ്റ് ആണ്. ഇത് പുറത്തു കൊണ്ടുവരികയും ഓരോ വ്യക്തിയും കംപ്ലൈന്റുമായി പോലീസ് സ്റ്റേഷനുകളിൽ എത്തുകയും വേണം. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയാണ് ഈ നാട്ടിലെ ഓരോ പോലീസ് സ്റ്റേഷനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് പോയി കംപ്ലൈന്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഓൺലൈനായി തുണ വെബ്സൈറ്റ് വഴിയും കേരള പോലീസ് നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാവുന്നതാണ്. ഇത്തരമുള്ള നിയമപരമായിട്ടുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾക്ക് വേണ്ടിയും നിയമപരമായിട്ടുള്ള അറിവുകൾക്ക് വേണ്ടിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ചാനൽ, ഈ വീഡിയോ എത്രയും വേഗം എത്തിച്ചു നൽകുക. ഈ തുണ ആപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്റെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ലോ പോയിന്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ കാണും വരേക്കും ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ സട്ടത്തുമല. ഗുഡ് ബൈ.